ഏറെ പരിചയസമ്പന്നനായ സൗമ്യ ശബ്ദം കൂടിയാണ് അദ്ദേഹം. മാത്രവുമല്ല, ഈ പറയുന്ന ആ ഒരു തരംഗത്തിൽ പോലും കൊട്ടാരക്കരയിൽ അദ്ദേഹം ജയിച്ചു കയറി ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ശ്രീ കെ.എൻ. ബാലഗോപാൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഇപ്പോൾ മുൻ സർക്കാരിലെ ധനമന്ത്രി കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റിരിക്കുകയാണ്. കൊട്ടാരക്കരയിൽ നിന്ന് അദ്ദേഹം വീണ്ടും ജയം നേടിയിരിക്കുകയാണ്. CPIM CC അംഗം കൂടിയാണ്. അംഗമായതുകൊണ്ട് തന്നെ പിണറായി വിജയൻ അല്ലെങ്കിൽ അടുത്ത പ്രതിപക്ഷ നേതാവാവേണ്ട ആളാണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് CPI പറയുന്നു. പക്ഷേ പിണറായി വിജയൻ തൊട്ടടുത്ത സീറ്റിലുള്ളത് കെ.എൻ. ബാലഗോപാലാണ്. അതിനുശേഷം മാത്രമേ കെ രാജനുള്ളൂ. അപ്പോൾ അത് CPIയുടെ ആവശ്യം IC ബാലകൃഷ്ണൻ, സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ സഭയിലേക്ക് സുൽത്താൻ ബത്തേരിയുടെ MLA സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കേണ്ടി വേണ്ടി 51 വയസ്സുകാരനാണ്. 51 വയസ്സുകാരൻ എന്ന് പറയുമ്പോഴും വളരെ ഏറെ പ്രവർത്തന പരിചയമുള്ള ഏറെ പ്രിയങ്കരനായ സുൽത്താൻ ബത്തേരിക്കാരുടെ ഏറെ പ്രിയങ്കരനായ എന്താണ് വളരെ സജീവമായി വാർത്തകളിലടക്കം വളരെ സജീവമായി നിൽക്കുന്ന ഒരു MLA കൂടിയാണ് IC ബാലകൃഷ്ണൻ. IC ബാലകൃഷ്ണൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങാണ്. ഇനിയിപ്പോൾ IC ബാലകൃഷ്ണന് ശേഷമുള്ളത് VT ബൽറാമാണ്. 21ാമനാണ് IC ബാലകൃഷ്ണൻ. നിയമസഭയിൽ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിലാണ് IC ബാലകൃഷ്ണൻ സത്യപ്രതിജ്ഞ. IC ബാലകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. ഇനി വരുന്നത് VT ബൽറാം, അത് കഴിഞ്ഞാൽ PK ബഷീർ വരുന്നു, 24ാമതായി ബിന്ദു കൃഷ്ണ വരുന്നു, K ബെനിമോൻ വരുന്നു, പിന്നീട് ചാണ്ടി ഉമ്മൻ, ശ്രീ തോമസ്, അങ്ങനെ പോകുന്നു. അത് ഇപ്പോഴും IC ബാലകൃഷ്ണൻ ആകുമ്പോഴേക്കും 21 അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്ത് പൂർത്തിയായിട്ടുള്ളൂ. 140 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ ബാക്കിയാണ്. പിണറായി വിജയൻ അടക്കമുള്ളവർ ഇതാ വരികയാണ്. ഈ പറഞ്ഞ അക്ഷരമാലാക്രമത്തിലാണ് ആ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. പിണറായി വിജയൻ വരുന്നത് 133. എന്തായാലും ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന IC ബാലകൃഷ്ണൻ ആണ്. ഇനി അതിനുശേഷം തൃത്താല MLA VT ബൽറാം സത്യപ്രതിജ്ഞ ചെയ്യും. വീണ്ടും യുവമുഖങ്ങൾ വരികയാണ് നിയമസഭയിലേക്ക്. മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് 47കാരനായ VT ബൽറാം. അവിടെ MP രാജേഷിൻ്റെ ആ ഒരു അപ്രമാദിത്വമൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് VT ബൽറാം അങ്ങനെ നിയമസഭയിലേക്ക് എത്തുകയാണ്. 16ാം നിയമസഭയിലേക്ക് VT ബൽറാം എന്ന 47കാരൻ തൃത്താലയെ പ്രതിനിധീകരിച്ച് സത്യപ്രതിജ്ഞ ചെയ്യും. അഗൈൻ യൂത്ത് ബ്രിഗേഡിലെ ഏറ്റവും പ്രധാനി VT ബൽറാം ഈ പറയുന്ന രീതിയിൽ മന്ത്രിസഭയിലേക്ക് എത്തുമെന്ന് കരുതിയപ്പെടുന്ന മുഖമാണ്. ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. നിയമസഭയിലേക്ക് VT ബൽറാമിന്റെ 3ാം ജയമാണ്. 2011-ലും 2016-ലും തൃത്താലയെ പ്രതിനിധീകരിച്ചു. പിന്നീട് 2021-ൽ പരാജയം. KPCC വൈസ് പ്രസിഡന്റ് കൂടിയാണ്. തവണ മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. തൃത്താല MLA എന്ന പേരിൽ അദ്ദേഹം തൃത്താല MLA എന്ന ക്യാപ്ഷനോട് കൂടിയാണ് അദ്ദേഹം പിന്നീട് ഫേസ്ബുക്കിലൊരു ചിത്രം പോസ്റ്റ് ചെയ്ത് VT ബൽറാം ഉറപ്പായും ഈ നിയമസഭയിൽ ഭരണപക്ഷത്തിന്റെ മൂർച്ചയേറിയ നാവാവും VT ബൽറാം എന്ന് ഉറപ്പാണ്. അടുത്തെത്തുന്നത് PK ബഷീറാണ്. ഏറനാട് നിന്നുള്ള അംഗം, 67 വയസ്സാണ് പ്രായം. PK ബഷീർ ഇത്തവണ മന്ത്രിസഭയിലും എത്തുന്നുണ്ട്. പൊതുമരാമത്ത് മന്ത്രിയായ PK ബഷീറാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. തുടർച്ചയായ 4ാം ജയമാണ്. ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കൂടിയാണ് PK ബഷീർ. PK ബഷീർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. PK ബഷീർ ഏറനാട് നിന്നുള്ള നിയമസഭാംഗം
നിലവിൽ പൊതുമരാമത്ത് മന്ത്രി കൂടിയാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. 4ാം തവണയാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. ലീഗിന്റെ എല്ലാ കാലത്തും നിയമസഭയിൽ ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധേയമായ പ്രാസംഗികൻ കൂടിയാണ്. അല്ലെങ്കിൽ ചർച്ചകളിൽ അദ്ദേഹത്തിന്റെ കമന്റുകളൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്, ചർച്ചയായതാണ്. ചില പ്രയോഗങ്ങൾ വളരെ വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. PK ബഷീർ പൊതുമരാമത്ത് മന്ത്രി നിയമസഭാംഗമായി ഏറനാട് നിന്നുള്ള അംഗമായി ചുമതലയേറ്റിരിക്കുന്നു. ഇനി എത്തുന്നത് കൊല്ലത്ത് നിന്ന് ബിന്ദു കൃഷ്ണയാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ കോൺഗ്രസിന്റെ വനിതാ നേതാക്കളിൽ പ്രമുഖയാണ്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. പക്ഷേ നിയമസഭയിലേക്ക് ആദ്യ ജയമാണ്. AICC അംഗമാണ്. മുമ്പ് DCC പ്രസിഡന്റായിരുന്നു, കൊല്ലം DCC പ്രസിഡന്റായിരുന്നു. മഹിളാ കോൺഗ്രസിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനം, സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി 2021 മത്സരിച്ചു, പക്ഷേ പരാജയമായിരുന്നു. പക്ഷേ ഇത്തവണ കൊല്ലത്ത് നിന്ന് വിജയിച്ചു കയറി 16,830 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. 2ാം മത്സരത്തിൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. കൊല്ലത്ത് നിന്നുള്ള അംഗമായി ബിന്ദു കൃഷ്ണ. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയായും ശ്രദ്ധേയമായ സമരങ്ങളിലൊക്കെയും മുൻപന്തിയിലുണ്ടായിരുന്ന നേതാവാണ്. കൊല്ലത്തിന്റെ പ്രതിനിധിയായി നിയമസഭയിലെത്തുമ്പോൾ ഇത്തവണ മന്ത്രി കൂടിയാണ് ബിന്ദു കൃഷ്ണ. ശ്രീ K ബിനിമോൻ വൈക്കത്ത് നിന്നുള്ള അംഗമാണ് K ബിനിമോൻ. K ബിനിമോൻ ഇടത് കോട്ടയായിരുന്നു. കാലാകാലങ്ങളായി ഇടതുപക്ഷം വിജയിച്ചിരുന്ന CPI വിജയിച്ചിരുന്ന മണ്ഡലത്തിൽ നിന്നാണ് ഇത്തവണ K ബിനിമോൻ വിജയിച്ചെത്തുന്നത്. കന്നി മത്സരത്തിലാണ് ജയം. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. കോൺഗ്രസ് വൈക്കം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിരുന്നു. തലയാഴ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന K ബിനിമോൻ 46കാരൻ ഇത്തവണ 1360 വോട്ട്, ഏതാണ്ട് ചെറിയൊരു ഭൂരിപക്ഷം എന്ന് പറയാം. മറ്റ് UDF പ്രതിനിധികളെ വെച്ച് നോക്കിയാൽ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി വെച്ച് നോക്കിയാൽ വൈക്കത്ത് അട്ടിമറി വിജയം അല്ലെങ്കിൽ ഇടത് കോട്ട പിടിച്ചെടുത്ത ബിനിമോൻ കെ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. K ബിനിമോൻ ആദ്യ മത്സരത്തിൽ തന്നെ, ആദ്യ നിയമസഭാ അംഗത്തിൽ തന്നെ വൈക്കമെന്ന CPIയുടെ കാലാകാലങ്ങളായി ഉറച്ച കോട്ട പിടിച്ചെടുത്തുകൊണ്ടാണ് എത്തുന്നത്. ഇത്തവണ അവിടെ ശ്രദ്ധേയമായ മത്സരമായിരുന്നു. മുൻ MLA അജിത്ത് അവിടെ NDAയുടെ സ്ഥാനാർത്ഥിയായി BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. CPIയുടെ ഉറച്ച കോട്ട അല്ലെങ്കിൽ കാലങ്ങളായി CPI MLAമാരെ മാത്രം തിരഞ്ഞെടുത്തിരുന്ന വൈക്കം ഇത്തവണ കോൺഗ്രസിന്റെ വഴിയിലേക്കെത്തുന്നു, കൈപ്പത്തിയുടെ വഴിയിലേക്കെത്തുന്നു. K ബിനിമോൻ അങ്ങനെ ആദ്യമായി നിയമസഭയിലേക്ക് എത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.